കലൂർ സ്റ്റേഡിയം അപകടത്തിൽ മൃദംഗ വിഷൻ MD നികോഷ് കുമാറിന് ഇടക്കാല ജാമ്യം. 7-ാം തീയതി വരെയാണ് ജാമ്യം. ഷമീർ അബ്ദുൾ റഹീം, ബെന്നി, കൃഷ്ണകുമാർ എന്നിവർക്കും ജാമ്യം നീട്ടി നൽകി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഇപ്പോൾ ഈ കേസിൽ കലൂർ സ്റ്റേഡിയത്തിലെ അപകടം നടന്നതുമായി ബന്ധപ്പെട്ട് മൃദംഗ വിഷൻ MD നികോഷ് കുമാറിന് ഇടക്കാല ജാമ്യം ലഭിച്ചല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇതിൽ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് വേണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നത്. ഇവിടെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പ്രധാനമെന്ന് പറയുന്നത് അശാസ്ത്രീയമായിട്ടായിരുന്നു അവിടെ സ്റ്റേജ് നിർമ്മിച്ചത്, സുരക്ഷ പാലിക്കാത്തത് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് വഴിയൊരുക്കി. മതിയായ പാസേജ്, കടന്നു പോകുന്നതിനുള്ള ഒരു പാസേജ് ഉണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ പാസേജ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. കൈവരി ഉണ്ടായിരുന്നില്ല. ഉപേക്ഷയോടും അശ്രദ്ധയോടും കൂടി സ്റ്റേജ് നിർമ്മിച്ചു. ഇതാണ് അപകടത്തിന് കാരണമായത് എന്നൊരു കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഈ ഒരു വാദത്തിൽ ഉയർത്തി കാണിച്ചത്. പ്രതിഭാഗം എന്നാൽ VIP പങ്കെടുത്ത ചടങ്ങിന്റെ സുരക്ഷ പോലീസ് പരിശോധിക്കേണ്ടതായിരുന്നു. പകരം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നടന്നപ്പോൾ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് മാത്രം തങ്ങൾക്ക് നേരെ ഈ കുറ്റം ചാർത്തുകയാണ് എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അപകടം നടന്നിട്ട് തങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നൊരു കാര്യം കൂടി പ്രതിഭാഗവും പറഞ്ഞു. ഈ വാദത്തിന് ശേഷമാണ്, പ്രത്യേകിച്ച് പോലീസ് റിപ്പോർട്ടിലടക്കം സ്റ്റേജിന്റെ ബലക്കുറവ്, സുരക്ഷയിലുണ്ടായിരുന്ന പാളിച്ചകൾ എന്നീ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലീസ് നൽകിയ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മൃദംഗ വിഷൻ നികോഷ് കുമാറിന്റെ ഇടക്കാല ജാമ്യം 7-ാം തീയതി വരെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. കർശന വ്യവസ്ഥകളോടുകൂടി തന്നെയാണ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ മൃദംഗ വിഷൻ MD നികോഷ് കുമാറിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു. 7-ാം തീയതി വരെയാണ് ജാമ്യം ലഭിക്കുക. ഷമീർ അബ്ദുൾ റഹീം, ബെന്നി, കൃഷ്ണകുമാർ എന്നിവർക്കും ജാമ്യം നീട്ടി നൽകിയിട്ടുണ്ട്. ഒരുങ്ങി നൽകുകയായിരുന്നു ജിജീഷ്.